മരണാനന്തര ക്രിയയിൽ പുത്രനുള്ള സ്ഥാനം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ പല ആളുകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, പുത്രന്മാർ വിദേശത്താണ്, അല്ലെങ്കിൽ പുത്രൻ ഇല്ല, ഞങ്ങൾക്ക് പുത്രിമാർക്ക് ഇത് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ബലി വിട്ടാൽ പാടുമോ? ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ആളുകൾ ചോദിക്കുന്നുണ്ട്. മരണാനന്തര ക്രിയയിലെ പ്രഥമ സ്ഥാനം എന്ന് പറയുന്നത് പുത്രന് തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് പ്രഥമപുത്രനാണ് കൽപ്പിച്ചിരിക്കുന്നത്. പ്രഥമപുത്രൻ എന്ന് പറയുമ്പോൾ പ്രഥമപുത്രൻ സ്ഥലത്ത് ഇല്ലാതിരിക്കുകയോ അദ്ദേഹം മരണപ്പെട്ടു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾക്കത് ഏറ്റെടുക്കാം. അപ്പോൾ പും എന്ന പേരായ നരകത്തിൽ നിന്നും പിതാവിനെ ക്രിയാദികളാൽ ത്രാണനം ചെയ്യുന്നത് കൊണ്ടാണ് പുത്രൻ എന്ന പേരിന് അർഹനായത് എന്നാണ് ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് പും എന്ന പേരായ നരകത്തിൽ നിന്ന് പിതാവിനെ ക്രിയാദികളാൽ ത്രാണനം ചെയ്യുന്നത്. അപ്പോൾ കുലാചാരപ്രകാരമുള്ള ഒരു വിവാഹമാണ് നടന്നത് എന്ന് വിചാരിക്കുക. കുലാചാരപ്രകാരം ഗാന്ധർവാദി പ്രകാരവും ഉണ്ട്, പലതരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ പണ്ട് പറഞ്ഞിട്ടുള്ളത് കുലാചാരപ്രകാരം മാത്രമേ വിവാഹം പാടുള്ളൂ എന്ന്. കുലാചാരപ്രകാരമുള്ള വിവാഹത്തിൽ ദമ്പതികളായിട്ടുള്ളവര് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന സംയോഗത്താൽ ഉത്ഭവിക്കുന്ന ആദിമ സന്താനം, ആദ്യത്തെ കുട്ടി അത് ആൺകുട്ടിയാണെങ്കിൽ ആത്മീയ ബന്ധം കൂടുതൽ ഉണ്ടാകുമെന്ന ആശയമാണ് ആ പുത്രൻ ചെയ്യുന്ന പിതൃകർമ്മത്തിന് പ്രാബല്യവും പിതൃതൃപ്തിയും ഏറിയിരിക്കുന്നെന്ന് പറയാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് പുത്രന് ഏറ്റവും കൂടുതൽ മരണാനന്തര ക്രിയയിൽ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നമ്മളിപ്പോൾ ഭർത്താവ് മരിച്ചു, എൻ്റെ ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിന് തൃപ്തിക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പൊ പുത്രൻ ചെയ്യുന്ന സമയത്ത് പുത്രി കൂടെ ഇരുന്ന് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കും. പിണ്ണം അർപ്പിക്കുന്ന സ്ഥലത്ത്, അതായത് ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെന്ന് ചെയ്യേണ്ടി വരുമ്പോൾ മകള് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷേ അവിടെ ഏറ്റവും പ്രഥമ സ്ഥാനം എന്തിന് പുത്രന് മാത്രമായി, ഞങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കായിക്കൂടാ എന്ന് ചോദിച്ചപ്പോഴാണ് മരണാനന്തര ക്രിയയിൽ പുത്രനുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അതും പ്രഥമപുത്രന് കൽപ്പിച്ചിരിക്കുന്നതും അത് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ ഹൈന്ദവ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നതും അത് ചെയ്യുന്നത് കൂടുതൽ ബലവത്താണ്. അതുകൊണ്ട് തന്നെ മരണാനന്തര ക്രിയ പുത്രനുള്ള സ്ഥാനം വളരെ പ്രാധാന്യമുള്ളതാണ്. സാധിക്കുമെങ്കിൽ അത് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഏറ്റവും പ്രധാനം പ്രഥമ പുത്രനാണ്. പുത്രൻ അത് ചെയ്യുമ്പോൾ പുത്രിമാരോ അല്ലെങ്കിൽ മക്കളോ കൂടെ ഇരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. നിങ്ങൾക്കും നിങ്ങളുടെ പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ പൂർത്തിയാക്കാം.